അപ്പോൾ ഇന്ന് നമുക്ക് നാടൻ രീതിയിലുള്ള ഒരു ബീഫ് വരട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഒരു 100 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കൂടെ ഒന്ന് ചതച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച മസാല നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കാം. എപ്പോഴും വലിയുള്ളി ഇടുന്നേക്കാൾ ചെറിയുള്ളി ഇടുമ്പോഴാണ് ബീഫിന് നല്ല ടേസ്റ്റ് കിട്ടും. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചു. നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനൊരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും 3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി അധികം ചേർക്കുന്നില്ല. മല്ലിപ്പൊടി കൂടുതൽ ചേർത്താൽ നല്ല മസാലേൻ്റെ കുത്തുണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് വെക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോളം ഇതിങ്ങനെ വെക്കുക. ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ. അപ്പോൾ ഇതൊന്നുമില്ല, വെള്ളത്തിൽ തന്നെ ഇത് വേവണം. നമുക്ക് ഒരു 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1/2 മണിക്കൂറോളം ആയിട്ടോ. അപ്പോൾ ഞാനിതിൽ വെള്ളമേ ചേർത്തിയിട്ടില്ല. ഇത് തിളച്ച് വരുമ്പോൾ ഇതിന്ന് വെള്ളം ഉണ്ടാവും. ഇത് അധികം മൂപ്പില്ലാത്തത് കാരണം പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇനി നല്ല ഹാർഡായിട്ടുള്ള ബീഫ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് അടുപ്പിലേക്ക് വെക്കാം.